മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അറേബ്യൻ മലയാളി വിദേശത്തിരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പച്ചക്കള്ളം വിളിച്ചു പറയലാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഏർപ്പാട്. ഇവൻ ഇന്തോനേഷ്യയിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സകല ആളുകളും തിരിച്ചറിയുക, ഇവന്റെ പിന്നാലെയും നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിനെതിരെ എന്തൊക്കെയായിരുന്നോ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്, അതൊക്കെ തന്നെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കലായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിലെ രാജ്യവിരുദ്ധരെ സുഖിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തൊരു വലിയ രീതിയിൽ കുട്ടിച്ചോറാക്കാനും കൂടിയാണ് ഇവൻ ഇതൊക്കെ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടുമിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രൊഫൈലുകള്, പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകള് എന്തൊക്കെയാണോ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചത് അതൊക്കെ തന്നെ ഏറ്റുപിടിച്ച് പാകിസ്ഥാനെ സംഭവമാക്കി നിരന്തരം ഇവൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിച്ച വോട്ട് ചോരിയും പൊക്കിപ്പിടിച്ചാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവൻ വിളിച്ചു പറയുന്നത് ബീഹാർ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് BJP അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ബീഹാറിൽ വോട്ടടിച്ച് കയറ്റിയിട്ടാണ് BJP ജയിച്ചത്, അല്ലാതെ കോൺഗ്രസിന്റെ പ്രശ്നമൊന്നുമല്ല എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആര്യൻ എന്ന് പറയുന്ന എക്സിലെ ഒരു പ്രൊഫൈലില് ഇവന്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടു. ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കും. ബീഹാർ വോട്ട് ചോരിയുടെ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവിട്ട് IT വിദഗ്ധനോ? ഈ അറേബ്യൻ മലയാളി IT വിദഗ്ധൻ വോട്ടിംഗ് മെഷീനിൽ കാണിക്കുന്ന റിസൾട്ട് ഡൽഹിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഓരോ ലക്ഷം വോട്ടുകൾ വെച്ച് BJP സ്ഥാനാർത്ഥികൾക്ക് ആദ്യം നൽകും, പിന്നെ സംശയം തോന്നാതിരിക്കാൻ അവസാന അക്കങ്ങൾ മാറ്റും. അറേബ്യൻ മലയാളി എന്താണോ വീഡിയോയിൽ പറഞ്ഞത് അതേപോലെ തന്നെ അറേബ്യൻ മലയാളിയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് എക്സിൽ പ്രചരിപ്പിച്ചതെന്ന് ആണ് ആര്യൻ എന്ന ഒരു പ്രൊഫൈല്. ഈ ആര്യൻ എന്നൊക്കെ പറയുന്നൊക്കെ സുഡാപ്പികളാണ്, ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക. അതങ്ങനെയാണല്ലോ ലോകം മൊത്തം ഈ ജിഹാദികള് ഒളിച്ചിരുന്ന ശീലം. ഹമാസ് എടുത്തു നോക്കിയാൽ പെരിച്ചായികളെ പോലെ മാളത്തിൽ, അങ്ങനെ ലോകത്തെ ഏത് ഭീകര സംഘടന എടുത്തു നോക്കിയാലും ഒളിച്ചിരിപ്പാണ്. അപ്പൊ അവിടെയുള്ള സുഡാപ്പികളാണെങ്കിലും ഒരുപാട് ഫേക്ക് അക്കൗണ്ട്, അത് അവരുടെ ഒരു ശൈലിയാണ്. ലോകം മൊത്തം അത് അവര് ചെയ്തുകൊണ്ടിരിക്കും. സ്വന്തം ഫോട്ടോ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ചെയ്യുന്നത് തെണ്ടിത്തരവും പച്ചക്കള്ളവുമാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവർ വ്യക്തമായിട്ട് ഇവരുടെ ഫോട്ടോ ഒന്നും കൊടുക്കൂല. അതുകൊണ്ടാണ് ആര്യൻ എന്നൊക്കെ പേരില് ഇവന്റെയൊക്കെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയാം. ഇതേ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരള എന്ന് പറയുന്ന വെരിഫൈഡ് പേജിലാണ് ഒരു പോസ്റ്റ് ഈ ആര്യൻ എന്ന് പറഞ്ഞ് എക്സിൽ പ്രചരിപ്പിച്ച ആ സ്ക്രീൻഷോട്ട്, അറേബ്യൻ മലയാളിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഈ സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, കേരള ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഞാനൊന്ന് വായിച്ചത്. ആര്യൻ എന്ന വ്യാജ എക്സ് ഹാൻഡിലിൽ നിന്നും പ്രചരിക്കുന്ന ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും അബദ്ധജടിലവുമാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതിന്റെ ഭാഗമായ വോട്ടെണ്ണലും ഡൽഹിയിലിരുന്ന് തയ്യാറാക്കുന്നതാണെന്ന വാദം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രസ്തുത വീഡിയോ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. അതായത് അറേബ്യൻ മലയാളിയുടെയൊക്കെ പിന്നാലെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. അതും ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരള എന്ന പേജിലാണ് പുറത്ത് വന്നിട്ടുമുള്ളത്. സകല ആളുകളും തിരിച്ചറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഈ അറേബ്യൻ മലയാളിയുടെ ഒരു വീഡിയോ ഈ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇതാ പിടിച്ചോ തെളിവിന്റെ ഹൈഡ്രജൻ ബോംബ്. ഇത് ഹെഡിങ് വെച്ചുകൊണ്ടാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത്. 1,00,000-ലധികം വോട്ട് കൃത്യമായിട്ട് സ്ഥാനാർത്ഥികൾക്ക് അടിച്ചു കയറ്റുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഉള്ള 2 അക്ക സംഖ്യ അങ്ങ് മാറ്റും.
അത്തരത്തിലാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവൻ ഒരു ഉളുപ്പില്ലാതെ പച്ചക്കള്ള വിളിച്ചു പറയുന്നത്. അല്ല, ഈ കോൺഗ്രസ് അവിടെ തമ്മിൽ തല്ലുകൂടിയതും മുന്നണിയിൽ തന്നെ 11 സ്ഥലത്ത് മത്സരിച്ചതും ഈ പറയുന്ന കോൺഗ്രസിന് പ്രചരണം തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ സഹിതം നിരത്തിയതല്ലേ. അതൊന്നും അല്ല പ്രശ്നം. BJP തട്ടിപ്പാണ് എന്നൊക്കെ പറയാൻ ഇവരൊന്നൊരു ഉളുപ്പില്ലേ. നമുക്ക് ഇതിനൊക്കെ എത്രത്തോളം ഇവനൊക്കെ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടൊരു തെളിവ് അങ്ങ് മുന്നോട്ട് വെക്കാം. അതായത് ഈ 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് കേരളത്തിൽ എന്തായിരുന്നു? 18 സീറ്റ് UDF, 1 സീറ്റ് LDF, 1 സീറ്റ് BJP. എന്നിട്ട് പരാജയപ്പെട്ട LDFോ BJPയോ കോൺഗ്രസ് ഇവിടെ വോട്ട് ചോരി നടത്തിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറയൂല. ഇനി 2019 ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു? 19 സീറ്റ് UDFും 1 സീറ്റ് LDFും. എന്നിട്ട് പരാജയപ്പെട്ട LDF എന്തെങ്കിലും പറഞ്ഞോ? ഇത് നേരെ കഴിഞ്ഞ് പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷനിൽ രണ്ടാമതും LDF വലിയ രീതിയിൽ അധികാരത്തിലെത്തി. ആ അധികാരത്തിലെത്തിയതിന് ശേഷം നടന്ന 2024 ഇലക്ഷനിലും കോൺഗ്രസ് വലിയ രീതിയിൽ 18 സീറ്റ്, അതും എല്ലാം 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം എന്ന രീതിയിൽ നിരവധി സീറ്റുകൾ വിജയിച്ചു വന്നു. എന്നിട്ട് LDF പറഞ്ഞു ഇവര് വലിയ കള്ളത്തരാണെന്ന്. എന്നിട്ട് ഇവരെ BJP പറഞ്ഞു കോൺഗ്രസ് വോട്ട് ചോരി നടത്തി. അങ്ങനെ പറയുന്നത് രാജ്യവിരുദ്ധാണ്. അത് ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഇത് ജനവിധിയാണ്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോവാ. അതായത് കോൺഗ്രസ് എങ്ങനെ ജയിച്ചാലും കൈയടിക്കും. അതേസമയം BJP എവിടെയെങ്കിലും ജയിച്ചാൽ അത് അംഗീകരിക്കില്ല. അതല്ലേ സുഡാപ്പിസം? അവർക്കൊരു കൃത്യമായ പദ്ധതി ഉണ്ട് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാന്നുള്ളത്. ഏറ്റവും വലിയ മറ്റൊരു തെളിവ് കൂടി ഞാൻ വെക്കാം. അതായത് 2009 കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ MK രാഘവൻ മത്സരിച്ച് വിജയിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 838 വോട്ട് മാത്രമാണ്. അതേസമയം ഇതേ MK രാഘവൻ 2024 മത്സരിച്ച് അതിന്റെ റിസൾട്ട് വരുമ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,46,176 വോട്ടാ. 2009 നിന്ന് മാറി 2024 എത്തിയപ്പോ 1,46,000 എത്തിയോ. 800 നിന്നൊക്കെ മാറുമ്പോ ഒരു 40,000 ഒക്കെ അല്ലേ മാറൂ എന്നല്ലേ? ഇത് നേരെ BJP സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ സകല സുഡാപ്പികളും പ്രചരിപ്പിക്കാം. ഇത് കോൺഗ്രസ് ജയിച്ചുകൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇടതുപക്ഷം ഒന്നും പറഞ്ഞില്ല, BJP ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ജനവിധിയാണ്. അത് MK രാഘവന്റെ മികവ്, അതിന് കൈയടിക്കുന്നു, അത്രേ ഉള്ളൂ. അതവര് പോകുന്നു, അത് മുന്നോട്ട് പോകുന്നു. അതേസമയം ഇതേപോലെ ഒരു BJP സ്ഥാനാർത്ഥി ബീഹാറിൽ പോയിട്ട് ബീഹാറിൽ വിജയിച്ചാല് 836 ആൾക്ക് ഇത്ര വോട്ട് ഭൂരിപക്ഷം, അതെങ്ങനെയാ കണക്ക് ശരിയാവുക? ഇതിങ്ങനെ അടിച്ചു കയറ്റിയതല്ലേ? ഇത് ഡൽഹിയിലിരുന്ന് അടിച്ചതല്ലേ? ഇങ്ങനെയല്ലേ സുഡാപ്പികൾ പ്രചരിപ്പിക്കാം? അതായത് കോൺഗ്രസ് വിജയിക്കുന്നതൊക്കെ സൂപ്പർ, BJP വിജയിക്കുന്നതൊക്കെ മോശം. അതെങ്ങനെയാ ശരിയാവുക? ഈ ബീഹാറിലെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ AP ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ആർക്കും പ്രശ്നമല്ല. കോൺഗ്രസ് വിജയിച്ച ഒരു സ്ഥലത്ത് ഇവർക്ക് പ്രശ്നമല്ല. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു, ആഹാ കൈയടിക്കും. തെലങ്കാന കോൺഗ്രസ് ജയിച്ചു, ആഹാ കൈയടിക്കും. കേരളത്തിൽ ലോക്സഭയിൽ വലിയ റിസൾട്ട്, ആഹാ കൈയടിക്കും. ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. പതിവിലും വിപരീതമായിട്ട് വയനാട്ടില് പ്രിയങ്ക മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വലിയ വോട്ട് കിട്ടുന്നു. അതൊന്നും ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നവുമില്ല. അതേസമയം ഇതൊക്കെ BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ വലിയ പ്രശ്ന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഒരു ലക്ഷ്യമല്ലേ? ഇവർ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാനാണ് ഈ അറേബ്യൻ മലയാളിയൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറേബ്യൻ മലയാളിയോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഏത് വിദേശ രാജ്യത്തിരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പിന്നാലെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നുള്ളതും ഈ അറേബ്യൻ മലയാളിയൊക്കെ മനസ്സിലാക്കിയാൽ അറേബ്യൻ മലയാളിക്ക് തന്നെ നല്ലത് എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്.